മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം, മലയോരത്ത് ഇടവിട്ട മഴ. മുല്ലപ്പെരിയാർ, കല്ലാറുകുട്ടി, പൊന്മുടി അണക്കെട്ടുകൾ തുറന്നിരിക്കുന്നു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ വി വിഘ്നേശ്വരി. മഴക്കാലം എത്തിയതോടെ മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങാപ്പാറ കുടിനിവാസികളുടെ വാഹനയാത്ര നിലച്ചു. പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇത്തവണയും യാഥാർത്ഥ്യമായില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാലേകൂട്ടി കരുക്കൾ നീക്കി കോൺഗ്രസ്. ആദ്യഘട്ടമെന്ന നിലയിൽ കുടുംബ സംഗമങ്ങളടക്കം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസ് നേതൃത്വം. വെള്ളത്തോൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമുയർത്തുന്ന ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് ഭരണസമിതി. കുപ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഭരണസമിതി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം, ഇടവിട്ട മഴയാണ് മലയോരത്ത് രേഖപ്പെടുത്തുന്നത്. മുല്ലപ്പെരിയാർ, കല്ലാറുകുട്ടി, പൊന്മുടി അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ്. റൂൾ കർവ് പ്രകാരമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നതെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സിറ്റി വിഷനോട് പറഞ്ഞു. ജില്ലയിൽ മഴയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നേരിയ ശമനമുണ്ട്. എന്നാൽ ഇടവിട്ട മഴ പലയിടത്തും രേഖപ്പെടുത്തി. പുഴകളിൽ നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തുറന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ താഴ്ത്തിയിട്ടില്ല. നിലവിൽ 136.40 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. 136.25 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തിയത്. ആദ്യം 10 സെന്റിമീറ്റർ ആയിരുന്നു ഷട്ടറുകൾ ഉയർത്തിയിരുന്നത്. എന്നാൽ പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച ഷട്ടറുകൾ വീണ്ടും 30 സെന്റിമീറ്റർ ആക്കി ഉയർത്തി. സെക്കൻഡിൽ 2480 ക്യൂസെക്സ് ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിൽ 2118 ക്യൂസെക്സ് ജലം തമിഴ്നാട് ടണൽ വഴി വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുറന്നിരിക്കുന്ന ഷട്ടറുകൾ വഴി 363.10 ക്യൂസെക്സ് ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതിനാൽ തന്നെ അണക്കെട്ടിൽ കാര്യമായ ജലനിരപ്പ് ഉയരുന്നില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റൂൾ കർവ് പ്രകാരമാണ് അണക്കെട്ട് തുറന്നതെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. അല്ല, ഇത് നമ്മൾ റൂൾ കർവ് പ്രകാരം തുറന്നതാണ്. സോ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നമ്മുടെ റിവറിലും സ്പേസ് ഉണ്ട്, റിസർവോയറിലും സ്പേസ് ഉണ്ട്. സോ ജനങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ അവിടെ പോയാൽ തന്നെ അറിയാം, വളരെ കുറച്ചാണ് തുറന്നു വിട്ടിട്ടുണ്ട്. ആൻഡ് അത് അക്കോമഡേറ്റ് ചെയ്തു റിവർ തന്നെ. സോ നമുക്ക് അതിൽ പ്രശ്നമില്ല. ഇനിയും നമ്മുടെ മഴ കുറച്ച് കൂടുതലാണ്, പക്ഷേ അതുമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡാംസുമായിട്ടും റിവേഴ്സുമായിട്ടും നമ്മൾ
ലാൻഡ് സ്ലൈഡ് മേഖലയിലും എല്ലാത്തിലുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനൊപ്പം ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, കല്ലാറുകുട്ടി, ലോവർ പെരിയാർ തുടങ്ങിയവയും തുറന്നിരിക്കുകയാണ്. പൊന്മുടി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴ തുറന്നു നിൽക്കുകയാണെങ്കിൽ ഷട്ടറുകൾ താഴ്ത്തുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മഴ തോർന്ന അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും ഒപ്പം റൂൾ കർവിൽ മാറ്റവും വരികയും ചെയ്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകളും തമിഴ്നാട് താഴ്ത്തുവാനാണ് സാധ്യത. ഇടുക്കി അണക്കെട്ടിലും കാര്യമായി ജലനിരപ്പ് ഉയർച്ച ഉണ്ടായിട്ടില്ല. 2363.56 അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ്. അണക്കെട്ടിന്റെ 58% മാത്രമാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. സിറ്റി വിഷൻ, ഇടുക്കി. മഴക്കാലം എത്തിയതോടെ മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങാപ്പാറ കുടി നിവാസികളുടെ വാഹനയാത്ര നിലച്ചു. കുടിയിലേക്കുള്ള യാത്രാ മധ്യേയുള്ള പുഴയ്ക്ക് കുറുകെയുള്ള പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമാകാത്തതാണ് ഈ മഴത്തും വാഹനയാത്ര ഇല്ലാതാകാൻ കാരണം. വാഹനം എത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലാണ്. അരി ഉൾപ്പെടെയുള്ള വീട്ടുസാധനങ്ങൾ തലച്ചുമടായി വേണം ഇവർ വീടുകളിൽ എത്തിക്കാൻ. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസിയിടങ്ങളിലൊന്നാണ് മാങ്ങാപ്പാറക്കുടി. കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ ഒരു പുഴ മുറിച്ച് കടക്കേണ്ടതായുണ്ട്. മഴക്കാലം എത്തിയതോടെ ഒഴുക്ക് വർദ്ധിച്ച പുഴയിറങ്ങി കടന്നുള്ള യാത്ര സാധ്യമല്ലാതായി തീർന്നു. ഇതോടെ കുടിയിലേക്കുള്ള വാഹന ഗതാഗതം നിലച്ചു. മഴക്കാലത്ത് ഞങ്ങൾക്ക് പാലം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടത്താൻ പറ്റുള്ളൂ. ഒരു കുഞ്ഞുങ്ങൾ തന്നെയല്ല, ഇപ്പം ഞങ്ങൾ കാരണന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അത് ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കെട്ടിച്ച് നോക്കുകയാണ്. അതാണ് അതിൻ്റെ ഈ വിദ്യാഭ്യാസങ്ങൾ വരുന്നത്. മാങ്ങപ്പാറയ്ക്ക് വണ്ടിക്ക് കയറി പോകത്തില്ല, പോകത്തുമില്ല. പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനട യാത്ര മാത്രം സാധ്യമാക്കുന്ന ഒരു നടപ്പാലമുണ്ട്. ഇതിലൂടെയാണിപ്പോൾ മാങ്ങാപ്പാറക്കുടി നിവാസികൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. പുഴ കടന്ന് കുടിയിലേക്ക് വാഹനങ്ങൾ എത്താതായതോടെ വലിയ പ്രതിസന്ധി കുടുംബങ്ങൾ നേരിടുന്നുണ്ട്. അരിയുൾപ്പെടെ വീട്ടുസാധനങ്ങൾ തലച്ചുമടായി വേണം ഇവർ വീടുകളിൽ എത്തിക്കാൻ. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും രോഗാവസ്ഥ മൂലം അവശരായാൽ വാഹനം എത്തുന്നിടത്തേക്ക് രോഗിയെ എത്തിക്കണമെങ്കിൽ ചുമക്കേണ്ടതായി വരും. വാഹനം എത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലാണ്. കുടിയിലുള്ള പിള്ളേരും മൊത്തം നിൽക്കുക, പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേർ മൊത്തം കുടിയിൽ തന്നെ. ഈ പാലത്തിൻ്റെ ഒറ്റ കാര്യമാണ്, അതാണ് മെയിൻ കുഴപ്പം. വേനൽക്കാലത്ത് വാഹനങ്ങളും ആളുകളുമൊക്കെ പുഴയിലൂടെ അക്കരെ ഇക്കരെ സഞ്ചരിക്കുമെങ്കിലും മഴക്കാലത്ത് ഈ പുഴ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് കൈവരിക്കും. കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര. ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിൻ്റെ ദുരിതം കാലങ്ങളായി ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കൂടി നിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. സിറ്റി വിഷൻ, മാങ്കുളം. കരുണാപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഗ്രൗണ്ട് ചെളിക്കുളമായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. മുമ്പ് ബസ് സ്റ്റാൻഡിനായി കൂട്ടാറിൽ കണ്ടെത്തിയ 100 കണക്കിന് ആളുകൾ ദിനംപ്രതി ആശ്രയിക്കുന്ന സ്ഥലത്താണ് കാൽനട യാത്ര പോലും സാധ്യമാകാതെ ചെളി നിറഞ്ഞിരിക്കുന്നത്. ബാങ്കും ആശുപത്രിയും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതാണ് അവസ്ഥ. ഒന്ന് കാൽ തെറ്റിയാൽ ചെളിക്കുണ്ടിൽ അകപ്പെടും. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കേവലം 100 മീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്താണ് ഈ വെള്ളക്കെട്ടും ചെളിക്കൂമ്പാരവും അടിഞ്ഞുകൂടിയിട്ടുള്ളത്. മുമ്പ് ബസ് സ്റ്റാൻഡിലായി കണ്ടെത്തിയിരുന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിരവധി സ്ഥാപനങ്ങളാണ്. ഹോമിയോ ആശുപത്രി, ബാങ്ക്, തൊട്ടടുത്തായി പള്ളിയും മദ്രസയും, ഇതിനോടൊപ്പം തന്നെ അംഗനവാടിയിലേക്ക് കുട്ടികൾ പോകുന്നതും ഇതുവഴിയാണ്. ഇതിന് തൊട്ടടുത്താണ് ശുചിത്വം കാത്തു സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേനയുടെ ഓഫീസും. ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിലും ചെളി വേണ്ടാതെ രക്ഷയില്ല. ഏറ്റവും കൂടുതൽ ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഹരിതകർമ്മസേനയുടേത്. എന്നാൽ ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ മുസ്ലിം പള്ളി തൊട്ടടുത്താണ് മുസ്ലിം പള്ളി ഇരിക്കുന്നത്. അതേപോലെ തന്നെ മദ്രസയെ മുകളിലേക്ക് അംഗൻവാടിയിലേക്ക് കുട്ടികൾ കയറി പോകുന്ന വഴിയെ, അതേപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികൾ, മുകൾ ഭാഗത്തുള്ള കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളൊക്കെ കൊണ്ടുവിടുന്ന ആൾക്കാരൊക്കെ ഇതുവഴിയാണ് കയറി മുകളിലേക്ക് പോകുന്നത്. ഈ ബസ് സ്റ്റാൻഡ് ഒരു കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെളി പിടിച്ച് വാഹനം ഇറങ്ങാനോ ആൾക്കാർക്ക് നടന്നു പോകാനോ ദുസ്സഹമായ രീതിയിൽ ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അധികൃതരുമായി കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ
ഒരു 2 ലോഡ് മക്ക കൊണ്ടുവന്ന് ഇറക്കി അത്യാവശ്യം ഒരു ഇത്രയും കുറച്ച് ഭാഗം മാത്രം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോഴും ചെളിപുരണ്ട അവസ്ഥയിലാണ് ഇവിടെ നിലനിൽക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ മൂക്കിന് താഴെയുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാലേക്കൂട്ടി കരുക്കൾ നീക്കി കോൺഗ്രസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് ആവേശം ചോരാതെ പ്രാദേശികമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ കുടുംബ സംഗമങ്ങളടക്കം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് വളരെ നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും കോൺഗ്രസ് പ്രവർത്തകർ കരുത്തു പകരുന്നുണ്ട്. സംഘടനാ ചട്ടക്കൂട് ശക്തമാക്കി വാർഡ് കമ്മിറ്റികൾ മുതൽ സജീവമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടുള്ള കുടുംബ സംഗമങ്ങൾ നിലവിൽ അവസാന ഘട്ടത്തിലാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് സംസ്ഥാനത്ത് ഭരണമാറ്റം എന്ന തരത്തിലുള്ള നീക്കമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. സമസ്ത മേഖലയിലുമുള്ള ആളുകളുടെ വലിയ പിന്തുണയാണ് UDF കിട്ടിയിട്ടുള്ളത്. നിലമ്പൂരിൽ അത് പ്രതിഫലിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആ ഉജ്ജ്വലമായ വിജയം നിലമ്പൂരിൽ ആവർത്തിക്കാൻ സാധിച്ചു എന്നതാണ്. ആ ആവേശത്തിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് നാട്ടിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദുശ്ചേരികളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള കെടുതികൾ പരിഹരിക്കാൻ ഒരു ഭരണമാറ്റം ആവശ്യമാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ് ജനങ്ങൾ UDF-നെ നോക്കിക്കാണുന്നത്. പ്രാദേശിക തലത്തിൽ തന്നെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് കോൺഗ്രസിന്റെ നീക്കം. ഒപ്പം മനുഷ്യ വന്യജീവി സംഘർഷവും മുഖ്യ വിഷയമായി കോൺഗ്രസ് കൈകാര്യം ചെയ്യും. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി ഇപ്പോൾ തന്നെ പ്രാദേശികമായ ക്യാമ്പയിനുകളും കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ചെറിയൊരു സംഭവത്തെ പർവ്വതീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങളും സമര കോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. വെള്ളത്തൂവൽ പഞ്ചായത്തിന് കീഴിൽ മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം വിവിധ ആരോപണങ്ങൾ ഉയർത്തിയത്. കേന്ദ്രത്തിൽ മോഷണം നടന്നതായും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി നടക്കുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് LDF-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. മാലിന്യ പരിപാലന കേന്ദ്രത്തിൽ 15 ചാക്ക് പ്ലാസ്റ്റിക് മോഷണം പോയിരുന്നു. ഇത് സംബന്ധിച്ച പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചെറിയൊരു സംഭവത്തെ പർവ്വതീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതുവരെ നമ്മൾ LDF-ന്റെ ഭരണം കഴിഞ്ഞ 9 വർഷമായിട്ട് തുടരുകയാണ്. 9 വർഷത്തിൽ ഇടയ്ക്ക് ഒരു പൈസയുടെ അഴിമതി ആരോപണമോ മറ്റ് ക്രമക്കേടുകളോ സംബന്ധിച്ച് എതിരാളികൾക്ക് മറ്റാർക്കും ഒരാരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MCF-ൽ കുറച്ച് ചാക്ക് പ്ലാസ്റ്റിക് മോഷണം പോയത് അവർ നമ്മളെ അറിയിച്ചു, നമ്മൾ പോലീസിൽ അറിയിച്ചു, അതിൻ്റെ അന്വേഷണം നടത്തിയത്. ഈ പ്ലാസ്റ്റിക് മോഷണം പോയത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് നടക്കുന്നു, അഴിമതി നടക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടുള്ള നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിരവധി അവാർഡുകൾ ഭരണ മികവിനും സംശുദ്ധ ഭരണത്തിനും ലഭിച്ചിട്ടുള്ള നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്തിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. വിഷയത്തിൽ പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങളും സമരകോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് 24ാം സ്ഥാനവും സ്വരാജ് ട്രോഫിയും നേടിയെടുത്ത പഞ്ചായത്താണ് വെള്ളത്തൂവൽ പഞ്ചായത്ത്. മാലിന്യ പരിപാലനത്തിൽ ജില്ലയിൽ 3ാം സ്ഥാനവും ബ്ലോക്കിൽ 1ാം സ്ഥാനവും നേടിയെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. മാലിന്യ പരിപാലനത്തിൽ പഞ്ചായത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന പ്രചാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള LDF ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാന സൗകര്യമൊരുക്കി വിജയപുരം രൂപത. മൂന്നാർ മൗണ്ട് കാർമൽ ബസലിക്കയിലാണ് എല്ലാ ഞായറാഴ്ചയും 2:30 ഹിന്ദിയിൽ കുർബാന അർപ്പിക്കുക.
പള്ളിയിലെത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് ഭാഷ പ്രശ്നമായതോടെയാണ് ഹിന്ദിയിൽ കൂടി കുർബാന അർപ്പിക്കുന്നതിന് തീരുമാനിച്ചത്. ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ കുർബാന നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള പെരുമ്പാവൂർ ഇടവകയിലാണ് ആദ്യമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാന ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ മൂന്നാറിലും വിശ്വാസികളുടെ എണ്ണം കൂടിയതോടെ ഇവർ പള്ളിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ആത്മീയത ഉണർവോടെ ആരാധന നടത്താൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇവരിൽ കൂടുതൽ ആത്മീയത പകർന്നു നൽകുന്നതിനു വേണ്ടി പ്രത്യേക കുർബാന നടത്തുന്നതിന് വിജയപുരം രൂപത തീരുമാനമെടുത്തത്. ഇതിനായി ഹിന്ദി അറിയാവുന്ന പുരോഹിതന് ചുമതലയും നൽകിയിട്ടുണ്ടെന്നും വിജയപുരം രൂപത മെത്രാൻ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിയിൽ പറഞ്ഞു. നമ്മുടെ രൂപതയിലെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഭാഗങ്ങളിൽ ധാരാളം പ്രവാസികളുണ്ട്. അപ്പോൾ അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ, അതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ മൂന്നാർ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ ബലി ഞായറാഴ്ച ദിവസം അവർക്ക് ബലി അർപ്പിക്കുവാനും പിന്നെ ഒരു വൈദികൻ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് സഹായിക്കാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ ഭാഷയിൽ പള്ളിയിലെത്തി ആരാധന നടത്താൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇതര സംസ്ഥാനക്കാരായ വിശ്വാസികളും പ്രതികരിച്ചു. എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2:30 ഇതര സംസ്ഥാനക്കാർക്കുള്ള കുർബാന. ഇതര സംസ്ഥാനക്കാരായ ആളുകൾക്കിടയിൽ ലഹരിയുടെ അടക്കം ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2:30 ഇതര സംസ്ഥാനക്കാർക്കുള്ള കുർബാന. ഇതര സംസ്ഥാനക്കാരായ ആളുകൾക്കിടയിൽ ലഹരിയുടെ അടക്കം ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആത്മീയതയിലൂടെ ഇവരെ ലഹരിയിൽ നിന്ന് അകറ്റുകയെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ യൂണിറ്റ് സമ്മേളനവും ലൈഫ് ലൈൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷന്റെ യൂണിറ്റ് വാർഷിക പൊതുയോഗവും യൂണിറ്റിലെ ലൈഫ് ലൈൻ പദ്ധതി ഉദ്ഘാടനവുമാണ് നടന്നത്. അസോസിയേഷൻ രൂപീകരിച്ച 40ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഓരോ അംഗങ്ങളുടെയും കുടുംബ ഭദ്രതയ്ക്കായി പ്രാവർത്തികമാക്കുന്ന ലൈഫ് ലൈൻ പദ്ധതി നടപ്പാക്കുന്നത്. ഒരു ആയുഷ്കാലം അത്രയും വർക്ക്ഷോപ്പ് മേഖലയിൽ പണിയെടുത്തിട്ടും ഒന്നും മിച്ചം വയ്ക്കുവാൻ കഴിയാത്തവരാണ് ഭൂരിഭാഗം തൊഴിലാളികളും. ജീവിത സായാഹ്നത്തിൽ രോഗപീഠയായാലും മറ്റു കഷ്ടപ്പെടുമ്പോൾ കൈത്താങ്ങാകുകയാണ് ലൈഫ് ലൈൻ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നിസാർ M കാസിം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരെല്ലാവരും തന്നെ അന്നത്തെ കാലത്ത്, ഇന്ന് ഉള്ളവരെ പറ്റി ഞാൻ പറയുന്നില്ല, എന്റെ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് 52 കൊല്ലമായി. അന്നത്തെ ഒരു സാഹചര്യത്തില് എനിക്ക് 23 വയസ്സുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ വളരെ പിന്നിലെന്ന് വെച്ചാൽ നിങ്ങളിലൊക്കെ താഴെ. അപ്പൊ ഞാൻ അത് പറയുമ്പോ നമ്മുടെ വിനോദും നിസാറും ഒക്കെ പറയും, ഒരു കാരണവശാലും വിദ്യാഭ്യാസം പറയുന്നു. സമ്മേളനത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വയനാട് ദുരന്തത്തിൽ സഹായമാകുവാൻ തന്റെ 3 ദിവസത്തെ വേതനം നൽകിയ സജി ആശാനിയും ചടങ്ങിൽ ഭാരവാഹികൾ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് P വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് TV അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളായ B സുനിൽകുമാർ, PK സനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്,
ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചിട്ടും വീട്ടിൽ വിശ്രമിക്കാതെ ജനനന്മയ്ക്ക് വേണ്ടി സൈക്കിൾ ചവിട്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും SI ആയി വിരമിച്ച ഷാജഹാനാണ് ലഹരിക്കെതിരെയുള്ള പ്രചാരണവുമായി 2025 കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തുന്നത്. ഷാജഹാന്റെ സൈക്കിൾ യാത്ര ഇടുക്കിയുടെ മലമടക്കുകളിലുമെത്തി. മെയ് 31 31 വർഷത്തെ പോലീസ് ജീവിതത്തിൽ നിന്നും കൊല്ലം പള്ളിമണൽ സ്വദേശി A ഷാജഹാൻ വിരമിച്ചത്. ഔദ്യോഗിക സേവനം അവസാനിച്ചെങ്കിലും ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ഷാജഹാന്റെ മനസ്സിന് വിരമിക്കലും വിശ്രമവുമില്ല. അതുകൊണ്ട് തന്നെ റിട്ടയർ ആയ ദിവസം കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുമായി ഈ ഉദ്യോഗസ്ഥൻ സൈക്കിൾ ചവിട്ടാനിറങ്ങി. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെയും സൈക്കിൾ പ്രയാണം നടത്തിയും ഓരോ പ്രദേശങ്ങളിലെയും സ്കൂളുകളിലും പൊതുവിടങ്ങളിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയും പോലീസിന്റെ യോദ്ധാവ് പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ട അവബോധവും സൃഷ്ടിച്ചു. യാത്ര ആരംഭിച്ച് 11 ദിവസം കൊണ്ട് ഷാജഹാൻ മുഴുവൻ ജില്ലകളും സഞ്ചരിച്ച് കാസർഗോഡ് മഞ്ചേശ്വരത്തെത്തി. എന്നാൽ അവിടെയും ഒതുങ്ങിയില്ല. സംസ്ഥാനത്തെ മലയോര മേഖലയിലൂടെയായി അടുത്ത ദിവസങ്ങളിലെ യാത്ര. അട്ടപ്പാടിയും വയനാട്ടിലെയും ഇടുക്കിയിലെയും എല്ലാം മലയോര പ്രദേശങ്ങളിലൂടെയും ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ യാത്ര നടത്തുകയാണ്. കേരളത്തിന്റെ 14 ജില്ലകളിൽ കൂടി 2025 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഇറങ്ങിത്തിരിച്ച യാത്രയാണ്. യാത്ര കാസർഗോഡ് മഞ്ചേശ്വരം പോയ ശേഷം തിരികെ മലയോര മേഖല വഴി വയനാട്, അട്ടപ്പാടി, അഗളി തുടങ്ങിയ മേഖലയിൽ കൂടി സഞ്ചരിച്ച് എറണാകുളത്ത് മെട്രോ ട്രെയിനിലും വാട്ടർ മെട്രോയിലും പ്രചാരണം നടത്തി ഇപ്പോൾ അടിമാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി മൂന്നാർ പോയി തിരികെ കുമ്മളി വഴി പത്തനംതിട്ട ജില്ല കവർ ചെയ്ത് തിരുവനന്തപുരത്ത് പോയി കൊല്ലത്ത് അവസാനിക്കുന്ന യാത്രയാണ്. ഇതിനോടകം തന്നെ 80ഓളം സ്കൂളുകളിലും 40ഓളം പൊതുവിടങ്ങളിലും ഷാജഹാൻ ലഹരിവിരുദ്ധ ക്ലാസുകൾ നയിച്ചു. 2019 സേവനത്തിലിരിക്കെ ഹെൽമറ്റ് ഉപയോഗിക്കൂ, ജീവൻ രക്ഷിക്കുമെന്ന മുദ്രാവാക്യമുയർത്തിയും 1700 കിലോമീറ്റർ ഇദ്ദേഹം സൈക്കിൾ പ്രയാണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2025 കിലോമീറ്റർ സൈക്കിൾ പ്രയാണം നടത്തുന്നത്. ഭാര്യ ഷഹബാനിയും മക്കളായ തസ്ലീന, ഷാറുഖ് എന്നിവരും പോലീസ് സുഹൃത്തുക്കളും റൈഡ് വിത്ത് ഷാജഹാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളും ഷാജഹാന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ജനനന്മയ്ക്കായി ഇനിയും ഏറെ കിലോമീറ്ററുകൾ താണ്ടാനുണ്ടെന്നാണ് ഷാജഹാൻ പറയുന്നത്. സിറ്റി വിഷൻ, അടിമാലി. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജിജി കെ ഫിലിപ്പ ഉദ്ഘാടനം ചെയ്തു. പട്ടം കോളനിയിലെ ആദ്യകാല വിദ്യാലയമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 70ാം വാർഷികാഘോഷ വേളയിലാണ്. 7 പതിറ്റാണ്ടിനോടിടയിൽ ആയിരക്കണക്കിന് പ്രതിഭകളെ സമൂഹത്തിന് സമ്മാനിക്കുവാൻ സ്കൂളിനായി. സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രാഥമിക ഘട്ടമായാണ് സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നത്. PTA പ്രസിഡന്റ് രമേശ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു വിവാദ വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കസാൻഡ്രസ് സാക്കിസിനെ പോലുള്ള മഹാന്മാരായ എഴുത്തുകാർ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പറയുന്ന വാചകത്തിന് എനിക്ക് ഉത്തരവാദിത്വമല്ല കേട്ടോ. ഞാൻ കസാൻഡ്രസ് സാക്കിസിനെ പോലുള്ള ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗ്രീക്ക് എഴുത്തുകാരന്റെ അഭിപ്രായം കടന്നു. യോഗത്തിൽ വിവിധ കമ്മിറ്റികളെ തെരഞ്ഞെടുത്തു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
കന്നുകാലികളിൽ ഉണ്ടാകുന്ന HS രോഗം ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം പെട്ടെന്നില്ലാതാക്കിയതോടെ പകച്ചു നിൽക്കുകയാണ് ക്ഷീരകർഷകനും മാങ്കുളം സ്വദേശിയുമായ നെല്ലിക്കശ്ശേരി ബാബുരാജ്. ബാബുരാജിന്റെ 3 പശുക്കളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ HS രോഗബാധയേറ്റ് ചത്തത്. ഉണ്ടായ വലിയ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ചു പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് സമ്മാനിച്ചത്. ക്ഷീരമേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നയാളാണ് ബാബുരാജ്. 4 വലിയ പശുക്കൾ ബാബുരാജിനുണ്ടായിരുന്നു. 35 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിക്കുകയും 1700 രൂപയ്ക്കടുത്ത് ദിവസേന വരുമാനം കണ്ടെത്തുകയും ചെയ്തിരുന്നയാളാണ് ഈ ക്ഷീരകർഷകൻ. എന്നാൽ കന്നുകാലികളിൽ ഉണ്ടാകുന്ന HS രോഗം ബാബുരാജിന്റെ വരുമാനം വഴിമുട്ടിച്ചു. HS രോഗബാധയേറ്റ് കറവയുണ്ടായിരുന്ന 2 പശുക്കളും ഗർഭിണിയായിരുന്ന 1 പശുവും അടുത്തടുത്ത ദിവസങ്ങളിൽ ചത്തു. രോഗബാധയേറ്റ് പശുക്കൾ ചത്തതിലൂടെ 2 ലക്ഷത്തോളം രൂപ ഈ ക്ഷീരകർഷകന് നഷ്ടം സംഭവിച്ചു. പശുക്കൾ അസുഖബാധിതരായതോടെ ചികിത്സയ്ക്കായും പശുക്കൾ ചത്തതോടെ മറവ് ചെയ്യാനുമൊക്കെയായി 1.5 ലക്ഷത്തോളം രൂപയും ചിലവഴിച്ചു. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്ന പ്രതീക്ഷ ബാബുരാജ് പങ്കുവച്ചു. ഉണ്ടായ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന മിണ്ടപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത്. HS രോഗബാധയെപ്പറ്റി അറിവില്ലാത്ത ക്ഷീരകർഷകർ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് വാക്സിൻ ലഭ്യമാക്കി നൽകണമെന്ന് തന്റെ അനുഭവത്തിൽ നിന്നും ബാബുരാജ് പറയുന്നു. ഇത് മഴക്കാലത്തുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ്. ഇതിന് പ്രതിരോധ വാക്സിൻ ഉണ്ട്. അത് നമുക്ക് ഇത് അറിയാമല്ലായിരുന്നു. അതുകൊണ്ട് ഇത് വാക്സിൻ നമ്മൾ എടുത്തിട്ടുമില്ല. പിന്നെ നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർ നിലവിൽ വന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ പോയി, പുതിയ ഡോക്ടർ വന്നു. പുള്ളിക്കാരത്തി ഒരാഴ്ച ഇവിടെ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് പുള്ളിക്കാരത്തി പോവുകയും ചെയ്തു. ഡോക്ടർ ഇല്ല. പിന്നെ മൂന്നാറിൽ നിന്ന് മൊബൈൽ യൂണിറ്റും ഒക്കെ വന്നാണ് അവർ നോക്കി ചികിത്സിച്ചത്. ബാബുരാജിന്റെ കാലിത്തൊഴുത്തിൽ ഇനി അവശേഷിക്കുന്നത് 1 പശുവും 2 കിടാക്കളും മാത്രമാണ്. ഇവയ്ക്കും രോഗം വരാതിരിക്കാൻ തൊടുപുഴയിൽ നിന്നും വാക്സിൻ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. പശുക്കളിലെ HS രോഗബാധ ആദ്യ സമയം ബാബുരാജ് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെയാണ് രോഗബാധ തിരിച്ചറിഞ്ഞത്. ക്ഷീരമേഖലയിൽ തുടരുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങി വരുന്ന സമയത്താണ് ഈ മേഖലയിൽ അതിജീവനം നടത്തിയിരുന്ന ബാബുരാജിന് പശുക്കളിലെ HS രോഗബാധ വിനയായത്. സിറ്റി വിഷൻ, മാങ്കുളം. കൂട്ടാർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ PTA പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മൊബൈൽ അഡിഷൻ സ്വഭാവ രൂപീകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സൈനബ ബീവി ക്ലാസുകൾ നയിച്ചു. പള്ളിയങ്കടത്തിൽ ചേർന്ന യോഗം ചോറ്റുപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ P. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. പഠനകാര്യങ്ങളിൽ പോലും പലപ്പോഴും കുട്ടികൾ ആശ്രയിക്കുന്നത് ഈ സൈലം പോലെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ആശ്രയിക്കുന്ന കുട്ടികൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനെ മാറ്റി വെച്ചിട്ട് അങ്ങനെയുള്ള ഈ സൈലം പോലെയുള്ള ഓൺലൈൻ ലേണിംഗ് മാധ്യമങ്ങളിലൂടെ കുട്ടികൾ പഠിച്ചു വരുന്നൊക്കെയായിട്ട് കാണുന്നു. അവരെ ഈ മദ്രസ പഠനം പോലും പലരും ഓൺലൈനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് പ്രധാന ഇമാം ഷമീർ മൗലവി ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. വളരെ ഗഹനമായ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിൽ സൂചിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ നമ്മൾ മാതാപിതാക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മക്കളെന്ന് പറയുന്നത് കുല്ലു വലത് യൂനത്ത് വലത് ഫിത്റ. ലോകത്ത് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെല്ലാം ശുദ്ധ പ്രകൃതത്തിൽ ഉണ്ടാവുന്നവരാണ്. ജമാഅത്ത് പ്രസിഡന്റ് K. നിസാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ സൈനബ ബീബി ടീച്ചറെ ആദരിച്ചു. അന്ന് ഈ നാട്ടിലുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർ എന്നെ ആദരിക്കുന്നു. തുടർന്ന് ടീച്ചറുടെ നേതൃത്വത്തിൽ മൊബൈൽ അഡിഷൻ സ്വഭാവ രൂപീകരണം എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. യോഗത്തിൽ ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് അലി നൌഷദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കമായി. ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 16 വരെ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിത്തൂട്ട്. ഞാവൽ, കാട്ടുമാവ് തുടങ്ങിയ വിവിധ ഇനം വിത്തുകൾ, മണ്ണ്, ചാണകം, മഞ്ഞൾ എന്നീ മിശ്രിതത്തിൽ പാകപ്പെടുത്തി വനം ഹരിതാഭമാക്കുകയാണ് ലക്ഷ്യം.
10,000 വിത്തുണ്ടയാണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ എറിയുന്നത്. കിഴുകാനം ഡിവിഷനിലെ കൊല്ലത്തിക്കാവ് വനത്തിൽ വിത്തുണ്ട എറിഞ്ഞ് വാഴൂർ സോമൻ MLA വിത്തൂട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ, വാർഡ് മെമ്പർ ഷീബ സത്യനാഥ, ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ, അസിസ്റ്റന്റ് വാർഡൻ B പ്രസാദ് കുമാർ, ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഊരു മൂപ്പന്മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം. മലയോരത്ത് ഇടവിട്ട മഴ. മുല്ലപ്പെരിയാർ, കല്ലാറുകുട്ടി, പൊന്മുടി അണക്കെട്ടുകൾ തുറന്നിരിക്കുന്നു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ V വിഘ്നേശ്വരി. മഴക്കാലം എത്തിയതോടെ മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങാപ്പാറ കുടിനിവാസികളുടെ വാഹനയാത്ര നിലച്ചു. പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇത്തവണയും യാഥാർത്ഥ്യമായില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാലേകൂട്ടി കരുക്കൾ നീക്കി കോൺഗ്രസ്. ആദ്യഘട്ടമെന്ന നിലയിൽ കുടുംബ സംഗമങ്ങളടക്കം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസ് നേതൃത്വം. വെള്ളത്തോൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമുയർത്തുന്ന ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് ഭരണസമിതി. കുപ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഭരണസമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.